ഏതൊക്കെ ഇങ്ങ് നോക്ക്. ഇതൊക്കെ ക്രസന്റ് ആക്കിയേക്കുന്ന ഈ ഡേറ്റ്സിലാണല്ലോ. എന്ത് രസമാണ് കാണാനല്ലേ. അമ്മ അമ്മ ഇതൊക്കെ അവരവിടെ നിന്ന് പിറക്കിട്ട് എന്താ നോക്കുക. പക്ഷെ ഡ്രൈഡാ. ഇത് ഡേറ്റ്സ് ഡ്രൈ ആക്കി എടുത്തേക്കുന്ന കേട്ടോ. ഫുള്ള് ഡേറ്റ്സും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അടിപൊളി ക്രസന്റ് ആണ് ആക്കിയേക്കുന്നത്. ഈദ് മുബാറക്ക് എല്ലാവർക്കും. ഈദ് മുബാറക്. നല്ല രസല്ലേ കാണാൻ. തൊടല്ലേ ഇങ്ങനെ നോക്കിയാ മതി. ഇതുണ്ടോ വേണ്ട ഒരു പള്ളിയുടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ ക്രസന്റ് ഉണ്ട്. ഈ ആകാശത്ത് എത്ര ചന്ദ്രനാ ഉള്ളത്? നല്ല രസമല്ലേ. 3 4 എണ്ണുന്നേ 1 2 ക്രസന്റ് ഉള്ളതാണ് എണ്ണുന്നത്. 4 5 6 ക്രസന്റ് ഉണ്ട്. അടിപൊളിയല്ലേ. നല്ല പള്ളിയുടെ പോലത്തെ ഒരു ഇതും അതിന്റെ താഴെ ഒരു ക്രസന്റും. ഇത് ഫിഷ് മാർക്കറ്റിലാണ് കേട്ടോ നമ്മളുള്ളത്. പെരുന്നാളായതുകൊണ്ട് എല്ലായിടത്തും നല്ല ഡെക്കറേഷനാണ് കേട്ടോ. നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. ഇവിടെ ആ സൈഡിലൊക്കെയുള്ള ഷോപ്പൊക്കെ പൂട്ടി. ഒത്തിരി സമയമായില്ല. അത് കാരണം ഇത് ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. കടലും ഒക്കെ കാണുന്നതുകൊണ്ട് ഫിഷ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ പുറത്തെ കാഴ്ചകൾ നല്ല രസമാണ്. സമയം പോകുന്ന അറിയില്ല ഇവിടെ ഇരുന്നാലും. ഇങ്ങനെ രാത്രി 1 മണിയായി കേട്ടോ. സമയം പോകുന്നത് അറിയാതെ ഏതെങ്കുട്ടിന്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും കടിച്ചു പൊട്ടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ സമയം പോകുന്ന അറിയാതിരിക്കുള്ളൂ. ബാക്ക് നോക്ക് എന്ത് രസമെന്ന് കാണാൻ. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയല്ലേ. നല്ല വൈബല്ലേ ഇവിടെ നിൽക്കാനല്ലേ. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ റെസ്റ്റോറൻറ്റുകൾ ഓപ്പൺ ആയിട്ടിരിപ്പുണ്ട്. ഇപ്പൊ രാത്രി 1 മണിയായിട്ട് വരെ ആ റെസ്റ്റോറൻ്റ് ഒക്കെ ഓപ്പണാണ്. അതിൻ്റെ അകത്തും ഇഷ്ടം പോലെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എപ്പോഴും ലൈവാണ്. ആൾക്കാർ ഇഷ്ടം പോലെ വരികയും പോവുകയും ചെയ്യാറുണ്ട്. കാരണം ഇവിടെ കുറേ സമയമുണ്ട് ഈ ഫിഷ് മാർക്കറ്റിൻ്റെ പ്രവർത്തനം. അത് കാരണം ആൾക്കാർക്ക് എപ്പോൾ വേണേലും വന്ന് ഫിഷ് വാങ്ങാനും പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ വാങ്ങാനും ഇറച്ചിയൊക്കെ വാങ്ങേണ്ട ആവശ്യത്തിനും എല്ലാം ഉണ്ട് ഇഷ്ടം പോലെ. സമയത്തിൻ്റെ ലിമിറ്റില്ല. അതുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്കൊന്ന് വാങ്ങാൻ പറ്റും അല്ലേ. നമ്മളെപ്പോലെ നൈറ്റ് ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വരുവാനും പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്തു, കട്ടൻ ചായയും മിക്സറൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി. നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിള്ളേർ കുറച്ച് നേരം കളിച്ച്. അവധിയാണല്ലോ, 3 ദിവസം ലീവാ. അമ്മ ഇവിടെ ഇല്ലേ കുനാഫ ചോക്ലേറ്റ് ഉണ്ട്. ഇവിടെ കുനാഫ ചോക്ലേറ്റ് ഉണ്ടെന്ന്. അത് എപ്പോഴും വരുമ്പോൾ വാങ്ങുന്നതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഓർമ്മയായേ. ദുബായ് ചോക്ലേറ്റ്. നേരത്തെ പല്ല് തന്നെ ആയുധം മുറിക്കണമെങ്കിൽ. എങ്ങനെയാണ് ബോള് പോകാതിരിക്കുന്നത്? വീഴാനൊരു ബുദ്ധിമുട്ട്. പുതിയ കളി ഇവാക്കുട്ടി. കുറച്ചുകൂടെ മുറിക്കണം തോന്നല്ലേ. ആയിടാ കൂട്ടാ വീഴുന്നില്ല. കുറച്ചുകൂടെ മുറിക്കട്ടെ. കഴിക്കുന്ന നേരത്ത് കുരങ്ങനെ പോലെ ചടിക്കുന്നു. കാല് നോക്കണേ ഏതും കൂട്ടാ. അതിനകത്തൊന്നും മുട്ടിയേക്കരുത്. ഭക്ഷണം കഴിക്കുമ്പോ തുള്ളി ചടി ഇറക്കാറില്ല. ചൂടുണ്ടേ കാപ്പിക്ക് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് കുടിച്ചാൽ മതി. അത് കാരണം അങ്ങനെ നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരുന്ന് ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ഇച്ചിരി ഫിഷൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോവാം അല്ലേ. ഇനി ചെറുതായിട്ടൊക്കെ ഉറക്കമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇച്ചിക്കുട്ടനൊക്കെ. ഇനി നമുക്ക് പോവാം. അങ്ങനെ പെരുന്നാളിൻ്റെ തലേദിവസം നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അത് നേരല്ലേ.
ഷൈജ് പപ്പച്ചി നമ്മളെ കൂട്ടാതെ എമ്പുരാൻ കാണാൻ പോയി അല്ലേ? ഷൈജ് പപ്പച്ചിയും ഫ്രണ്ട്സും കൂടെ 4:25 പോയതാ. ഇപ്പൊ 11 മണിയായപ്പോഴാ വന്നത് അല്ലേ? ഇവരാണെങ്കിലോ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് ചോദിക്കാൻ തുടങ്ങി, പപ്പച്ചി എന്നാ വരാത്തെ, പപ്പച്ചി എന്നാ വരാത്തെ. കാരണം സാധാരണ പപ്പച്ചിക്ക് ലീവുള്ള ദിവസമാണ് സാറ്റർഡേ. ലീവുള്ള ദിവസം വീട്ടിലിരിക്കുന്ന ദിവസം പപ്പച്ചി എവിടെ പോയാലും ഇവർ പുറകെ നടക്കും. ഇപ്രാവശ്യം ഇവരെ കൊണ്ടുപോകാത്തതുകൊണ്ട് ഇവർ ഓരോ 2 മണിക്കൂറോടും പപ്പച്ചി പോയിട്ട് കുറേ നേരമായല്ലോ, ഇത് എന്താണ് വരാത്തത്, എന്താ വരാത്തത്, സിനിമ ഇതുവരെ കഴിഞ്ഞില്ലെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ലാസ്റ്റ് പപ്പച്ചി എത്തിയപ്പോഴത്തേനും 11 മണിയായി. ഡ്രാഗൺ മാർട്ടിലാണ് പോയി കണ്ടത്. അങ്ങനെ സിനിമയൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ? എന്നല്ലേ പപ്പച്ചി നമ്മളോട് റിവ്യൂ പറഞ്ഞത്. അയ്യോ, യുവാക്കുട്ടീന് വായിക്കോട്ടയോട് കൂടിയുള്ള ഗുഡ് നൈറ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു ഗുഡ് നൈറ്റ് ആണ് യുവാക്കുട്ടി പറഞ്ഞത്. ഇവിടെ നല്ല രസമില്ലല്ലോ. നല്ല രസമുണ്ടല്ലേ? നല്ല പാട്ടും നല്ല ലൈറ്റും അല്ലേ? വലിയ ചൂടും ഇല്ലാത്തതുകൊണ്ട് നല്ല രസം.